ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് എന്നീ പോർഷൻസ് ആണ്. ഇതിൽ കോൾ ബൈ വാല്യൂ എന്ന മെത്തേഡിലാണ് നമ്മൾ ഇതുവരെയുള്ള പ്രോഗ്രാംസ് എല്ലാം ചെയ്തത്. ഇത് ഫംഗ്ഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന അത് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് ഈ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് ഉള്ളത്. അതിൽ കോൾ ബൈ വാല്യൂ എന്ന രീതി ഉപയോഗിച്ചാണ് നമ്മൾ ഇത്രയും ഉള്ള പ്രോഗ്രാംസ് എല്ലാം ചെയ്തത്. ഈ കോൾ ബൈ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുക. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കാര്യം ചെക്ക് ചെയ്യാനുള്ള ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് എക്സാമിനൊന്നും ചോദിക്കത്തില്ല. ഈ സംഭവം എന്തെന്ന് വെച്ചാൽ ഇതാണ് മെയിൻ ഫംഗ്ഷൻ, ഇത് അല്ലാത്ത യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ ഇതിനെ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനാണ് ഇത്. ഈ സംഭവം എന്തിനെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു രണ്ട് വേരിയബിൾസ് ഇൻറ്റീജർ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എയും ബിയും എ എന്നും ബി എന്നും പറഞ്ഞ് രണ്ട് ഇൻറ്റീജർ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. എക്ക് 5 എന്ന വാല്യൂയും ബിക്ക് 7 എന്ന വാല്യൂയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ എയുടെയും ബിയുടെയും വാല്യൂസ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. അതായത് പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എടുത്ത് വാല്യൂ ഓഫ് എ ആൻഡ് ബി ബിഫോർ കോളിംഗ് ദ ഫംഗ്ഷൻ എന്നും പറഞ്ഞ് ഞാൻ എ =% ആൻഡ് ബി %d എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എയും ബിയും കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എയുടെയും ബിയുടെയും വാല്യൂ എന്താണോ അതായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഔട്ട്പുട്ടിൽ ഈ ഒരു ലൈൻ ആദ്യത്തെ ലൈനായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ എ =5 ബി =7 എന്ന് വന്നു. ഇവരെ കറക്റ്റായിട്ട് വന്നു. ഇത് പറഞ്ഞിരിക്കുന്ന വാല്യൂ ഓഫ് എ ആൻഡ് ബി ബിഫോർ കോളിംഗ് ദ ഫംഗ്ഷൻ എന്നാണ്. ഇതാണ് കോൾ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ. നമ്മൾ ഈ റീസെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഇവിടെ എന്ന പേരിലാണ് നമ്മളൊരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ ഉള്ള എയുടെയും ബിയുടെയും വാല്യൂ ആണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. ഈ റീസെറ്റ് ഡാറ്റ എന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എയുടെയും ബിയുടെയും വാല്യൂസും കൂടെ ഇതിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് ഇൻപുട്ടായിട്ട്. ഈ റീസെറ്റ് ഡാറ്റ എന്ന ഫംഗ്ഷന് ഇൻപുട്ടായിട്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എയുടെയും ബിയുടെയും വാല്യൂസ് എന്ന് പറയുന്നത് വേരിയബിൾസിനല്ല നമ്മൾ സെൻഡ് ചെയ്യുന്നത്, അതിലുള്ള വാല്യൂസിനെയാണ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. അതിലുള്ള വാല്യൂസ് ആണ് ഇവിടെ വന്ന് കോപ്പി ആവുന്നത്. ഇവിടെ വന്ന് എക്സ് എന്ന വേരിയബിളിലോട്ടും വൈ എന്ന വേരിയബിളിലോട്ടും കോപ്പി ആവും. എന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ആ ഫംഗ്ഷൻ്റെ അകത്ത് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, x = y = 0. അതായത് ഇവിടെ വന്ന സ്റ്റോറി, ഇവിടെ എക്സിന്റെ വാല്യൂ എയുടെ വാല്യൂ ആണ് എക്സിന്റെ വാല്യൂ ആയിട്ട് വന്നത്. അതിന്റെ വാല്യൂ 5ഉം വൈയുടെ വാല്യൂ 7ഉം ആണ്. അതിനെ രണ്ടിനെയും 0 ആയിട്ട് ചേഞ്ച് ചെയ്യണം ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച്. x = y = 0 എന്ന് കൊടുത്തു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ 0 ആയി മാറും. അത്രയാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വേരിയബിൾ ആണ് എങ്കിൽ, സാധാരണ വേരിയബിൾ ആണ് എങ്കിൽ ഇത് ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള ഒരു വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് വെച്ച് തന്നെ ചെയ്യണം. അല്ലാതെ പുറത്തുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തുള്ള വേരിയബിൾസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കണ്ടു. ഇവിടെ എയും ബിയും എന്നുള്ളത് ഈ മെയിൻ ഫംഗ്ഷനകത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ. ഇവിടെ എന്ന് പറയുന്നത് എക്സും വൈയും ആണ്. ഇതിൻ്റെ അകത്ത് വെച്ച് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് മാത്രമേ ചേഞ്ച് ആകത്തുള്ളൂ. ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് എയുടെയും ബിയുടെയും വാല്യൂ ചേഞ്ച് ആവത്തില്ല എന്നാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ചേഞ്ച് ആവുന്ന സംഭവം വരുന്നത് അറേസിന്റെ കേസിൽ മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ അറേസിന്റെ കേസിൽ മാത്രം നമ്മുടെ ഈ അഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് അറേസിന്റെ വാല്യൂസ്, എലമെന്റ്സിന്റെ പൊസിഷനും എലമെന്റ്സിന്റെ വാല്യൂസും ചേഞ്ച് ചെയ്താൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് മെയിൻ ഫംഗ്ഷനിൽ റിഫ്ലക്റ്റ് ആവും. അല്ലാത്ത കേസിലാണെങ്കിൽ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം ഈ വാല്യൂസ് സെൻഡ് ചെയ്യുന്നത് അതിന്റെ ഒരു കോപ്പിയാണ് വന്ന് ഈ ഫംഗ്ഷനിലോട്ട് വന്ന് ഫംഗ്ഷനിലുള്ള ഈ ആക്ച്വൽ ഫംഗ്ഷൻ ഈ ഫോമൽ പാരാമീറ്റേഴ്സിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിൻ്റെ ഒരു കോപ്പി ആയിരിക്കും. അതിനുശേഷം ഇവിടെ വെച്ച് ഈ വേരിയബിളിൻ്റെ വാല്യൂ എന്ത് ചേഞ്ച് ചെയ്താലും ഈ മെയിൻ ഫംഗ്ഷനിലുള്ള എയുടെയും ബിയുടെയും വാല്യൂസ് ചേഞ്ച് ആവത്തില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഇപ്പം എക്സിൻ്റെയും വൈയുടെയും വാല്യൂ 0 ആക്കി. അതിനുശേഷം ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. ഇവിടെ നിന്ന് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഇവിടെ ഒന്ന് സ്റ്റോർ ചെയ്ത എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് 0 ആക്കുന്നു എന്ന സംഭവം മാത്രമേ ഇതിലുള്ളൂ. ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് അത് മെയിൻ ഫംഗ്ഷനിലോട്ട് വന്നിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രിന്റ്എഫ് വാല്യൂ ഓഫ് എ ആൻഡ് ബി ആഫ്റ്റർ കാളിംഗ് ദ ഫംഗ്ഷൻ എന്നും പറഞ്ഞ് എ =%d ബി %d എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയും ബിയും. അപ്പോൾ ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യുമ്പം സെയിം വാല്യൂസ് തന്നെയായിരിക്കും വരുന്നത്. a = 5 ബി =7 എന്ന് വന്നു. അതായത് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തു, എയുടെയും ബിയുടെയും വാല്യൂസ് ഇങ്ങോട്ട് സെൻഡ് ചെയ്തു. അതായത് എയുടെയും ബിയുടെയും വാല്യൂസിന്റെ ഒരു കോപ്പി വന്ന് ഇതിലോട്ട് എക്സിലോട്ടും വൈയിലോട്ടും സ്റ്റോർ ആയി. എന്നിട്ട് അതിന്റെ വാല്യൂസിനെ റീസെറ്റ് ചെയ്തു =0 ആക്കി. എന്നാലും ഈ എയുടെയും ബിയുടെയും വാല്യൂസ് ചേഞ്ച് ആയിട്ടില്ല. അത് ഒറിജിനൽ വാല്യൂ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം എയും ബിയും എന്ന് പറയുന്നത് ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള രണ്ട് ലോക്കൽ വേരിയബിൾസ് ആണ്. അതിന്റെ വാല്യൂസ് നമുക്ക് പുറത്തൊരു ഫംഗ്ഷനിൽ വെച്ച് ചേഞ്ച് ചെയ്യാനൊക്കത്തില്ല. അപ്പം ഈ ഒരു രീതിയാണ്
കോൾ ബൈ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും നാളും വേരിയബിൾസിൽ ഡീൽ ചെയ്തത് ഈ ഒരു മെത്തേഡാണ്, കോൾ ബൈ വാല്യൂ എന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്തത്. അതായത് ഇവിടുന്ന് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള പാരാമീറ്റേഴ്സ്, ഈ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുമ്പം അതിൽ സ്റ്റോർ ചെയ്യുന്ന ഈ വാരിയബിൾസ് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസിന്റെ ഒരു കോപ്പിയാണ് ഇവിടെ വന്ന് സ്റ്റോർ ആവുന്നത്, അത് കഴിഞ്ഞ് ചേഞ്ച് ചെയ്യുന്നത്. ഈ കോപ്പി സ്റ്റോർ ആയ ഈ വേരിയബിൾസിന്റെ വാല്യൂ ചേഞ്ച് ആയി എന്നും പറഞ്ഞുകൊണ്ട് മെയിൻ ഫംഗ്ഷനിലുള്ള വാല്യൂസിന് ഒരു ചേഞ്ചും വരത്തില്ല. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. ഇതിനെ കോൾ ബൈ വാല്യൂ എന്ന് പറയും. അതേസമയം കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സെൻഡ് ചെയ്യുന്നത് ഈ വേരിയബിൾസിന്റെ അഡ്രസ് ആയിരിക്കും ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. ഈ വേരിയബിൾ ആ മെമ്മറി ലൊക്കേഷൻ, ആ മെമ്മറി അഡ്രസ് ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് സ്റ്റോർ ആവുന്നതും ആ മെമ്മറിയിലുള്ള ആ മെമ്മറിയുടെ അഡ്രസ്സാണ്. അഡ്രസ്സിന്റെ വാല്യൂ എന്താണ് അതായിരിക്കും വന്ന് സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തിയ കറസ്പോണ്ടിങ് ആയിട്ട് ഈ മെയിൻ ഫംഗ്ഷനുള്ള വേരിയബിൾസിനും വാല്യൂസ് ചേഞ്ച് ആവും. കാരണം അതേ മെമ്മറി അഡ്രസ്സാണ് സെയിം കീപ്പ് ചെയ്യണം, നമ്മുടെ അറേസിലുള്ള കേസ് പോലെ. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സെയിം പ്രോഗ്രാം തന്നെ നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ജസ്റ്റ് വാല്യൂ ഓഫ് എ ആൻഡ് ബി ബിഫോർ കോളിംഗ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്ന സെയിം സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ റീസെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ആംപർസെന്റ് ആൻഡിന്റെ സിമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ വേരിയബിൾസിന്റെ കൂടെയും ആൻഡിന്റെ സിമ്പിളും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ആൻഡിന്റെ സിമ്പിൾ എന്നുകൊണ്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുന്നത് അതിലെ വാല്യൂസ് അല്ല, അത് ഈ എ എന്ന് പറയുന്ന വേരിയബിളിന്റെയും ബി എന്ന് പറയുന്ന വേരിയബിളിന്റെയും അഡ്രസ്സാണ് നമ്മൾ ഇങ്ങോട്ട് ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യുന്നത് എന്ന് കാണിക്കാനാണ് ഈ ആൻഡിന്റെ സിമ്പിൾ ഉദ്ദേശിക്കുന്നത്. ആൻഡിന്റെ സിമ്പിൾ ഉദ്ദേശിക്കുന്നത് അഡ്രസ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. അപ്പോൾ എയുടെയും ബിയുടെയും അഡ്രസ്സാണ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. ഇവിടെ അത് വന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്റ്റാർ എക്സ് സ്റ്റാർ വൈ എന്നീ വേരിയബിൾസിലോട്ട് സ്റ്റോർ ചെയ്യും. ഈ സ്റ്റാർ എക്സ് സ്റ്റാർ വൈ എന്ന് പറഞ്ഞാൽ അതൊരു പോയിന്ററാണ്, അതൊരു പോയിന്റ് വേരിയബിൾ ആണ്. ഇത് എക്സും വൈയും വേരിയബിൾ ആണെങ്കിലും അതിനൊരു പോയിന്റേഴ്സ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റർ എന്ന് പറഞ്ഞാൽ ഈ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഇതൊന്ന് കരുതിയാൽ മതി. ഇപ്പൊ ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുന്ന അഡ്രസ്സിനെ ഇവിടെ പോയിന്റർ ആയിട്ട് വന്ന് സ്റ്റോർ ചെയ്യും. അതായത് അഡ്രസ് ആയിരിക്കും ഇവിടെ വന്ന് സ്റ്റോർ ചെയ്യുന്നത്. ഈ എയുടെയും ബിയുടെയും വാല്യൂസ് ആയിരിക്കത്തില്ല ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന, അഡ്രസ്സിനെ ആയിരിക്കും സെൻഡ് ചെയ്യുന്ന. ആ അഡ്രസ്സിനെ റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ സ്റ്റാർ എന്ന സിമ്പിൾ ഇട്ടിട്ടായിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് പോയിന്റേഴ്സ് ആണ്. ഇനി ഈ വേരിയബിൾസ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ അകത്ത് എവിടെ ഉപയോഗിച്ചാലും ഈ സ്റ്റാറും കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഇപ്പം അങ്ങനെ വിചാരിച്ചാൽ മതി. എക്സും വൈയും ഈ ഫംഗ്ഷൻ്റെ അകത്ത് എവിടെ ഉപയോഗിച്ചാലും കൂടെ സ്റ്റാറും കൂടെ ഉണ്ടായിരിക്കണം. കാരണം അത് റെപ്രസെന്റ് ചെയ്യുന്ന അഡ്രസ്സ് എന്നാണ്. ഈ വേരിയബിളിന്റെ അഡ്രസ്സ് ഉപയോഗിച്ച് ചേഞ്ചസ് വരുത്തുക എന്നാണ് അതിന്റെ മീനിങ്. ഇവിടെ നമ്മൾ സ്റ്റാർ എക്സ് ഈക്വൽ ടു സ്റ്റാർ വൈ ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ്സും വൈ എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ്സിലും സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 0 ആക്കി മാറ്റുക എന്നതാണിത്. അതായത് എക്സിലും വൈയിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനല്ല ചേഞ്ച് ചെയ്യുന്ന, എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ വൈ എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിന് 0 എന്ന വാല്യൂ കൊടുക്കുക. അതായത് ഈ എക്സ് എന്ന് പറയുന്നതിന്റെ വേരിയബിളിന്റെ അഡ്രസ്സും ഈ എ എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ്സും സെയിം തന്നെയാണ്. ഈ അഡ്രസ്സിലോട്ടാണ് 0 സ്റ്റോർ ചെയ്യുന്നത്. അതായത് എയുടെ വാല്യൂം 0 ആയിട്ട് മാറും. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ബൈ എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ്സിലോട്ട് 0 കോപ്പി ചെയ്താൽ അതിന്റെ അർത്ഥം ബി എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ്സിലോട്ടാണ് 0 എന്ന വാല്യൂ അത് അസൈൻ ചെയ്യുന്നത്. അങ്ങനെ എയുടെയും ബിയുടെയും വാല്യൂ 0 ആയിട്ട് മാറും. ഇനി ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഈ റീസെറ്റ് ഡാറ്റ എന്ന ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്ന. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് കൺട്രോൾ മെയിൻ ഫംഗ്ഷനിലോട്ട് പോകും. കൺട്രോളേ പോകത്തുള്ളൂ. ഇവിടെ വോയിഡ് ആണ്, റിസൾട്ട് ഒന്നും പോകത്തില്ല, ഔട്ട്പുട്ട് ഒരു വാല്യൂ ഔട്ട്പുട്ട് ആയിട്ട് പോകത്തില്ല. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൺട്രോൾ ഇങ്ങോട്ട് പോകും. ഇവിടെ ഈ പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് അത് എക്സിക്യൂട്ട് ചെയ്യണം. ഇവിടെ the value of a and b after calling the function എന്ന് പറഞ്ഞ് a equal to percentage d b equal to percentage d എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും വാല്യൂ പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 0 എന്നായിരിക്കും വരുന്നത്. കാരണം നമ്മൾ ഇവിടെ വെച്ച് അതിന്റെ വാല്യൂ 0 ആക്കി, അതായത് അതിന്റെ അഡ്രസ്സ് ഉപയോഗിച്ച് നമ്മൾ അതിന്റെ വാല്യൂ 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയാണ് കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ കോൾ ബൈ പോയിന്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. കോൾ ബൈ റെഫറൻസ് എന്നാണ് സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കോൾ ബൈ റെഫറൻസ് ആണ് എങ്കിൽ നമ്മൾ അറേസിൽ ചെയ്ത പോലെ, അറേസിൽ ഇങ്ങനെ തന്നെയാണ്. അറേസിലെ അഡ്രസ്സിനെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ആ ഫംഗ്ഷനിലോട്ട്. എന്നിട്ട് ആ അഡ്രസ്സ് വെച്ചിട്ടാണ് ബാക്കിയുള്ളത്. അറേസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ, അറേയുടെ അറേഞ്ച്മെന്റോ ആ ഓർഡറോ അല്ലെങ്കിൽ അറേ എലമെന്റ്സിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് മെയിൻ ഫംഗ്ഷനിലുള്ള അറേസിന്റെ വാല്യൂ ചേഞ്ച് ആകും. കാരണം രണ്ടിനും ഒരേ അഡ്രസ്സാണ്. അതുപോലെ തന്നെ ഇവിടെയും കേസ് വരും. നമ്മളിങ്ങനെ അഡ്രസ്സ് ഉപയോഗിച്ചാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാല്യൂസ് ഇവിടെ ചേഞ്ച് വരുത്തുന്നതനുസരിച്ച് ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ആ വേരിയബിൾസിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ കറസ്പോണ്ടിങ് ആയിട്ട് മെയിൻ ഫംഗ്ഷനിലും ചേഞ്ചസ് വരും. അപ്പോൾ ഇത് പോയിന്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു പോർഷനാണ് ഇത്. പോയിന്റേഴ്സ് നമുക്ക് 5th മോഡ്യൂളിലാണ് പഠിക്കാനുള്ളത്. ഈ ഒരു പോർഷൻ ഈ കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസ് എന്ന പോർഷൻ
ഫോർത്ത് മോഡ്യൂളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് ഇപ്പം പറഞ്ഞത്. പോയിന്റേഴ്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് പഠിക്കാം. അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷന്റെ കേസ് വരുമ്പോൾ പോയിന്റേഴ്സ് ആയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മളിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഒരു വേരിയബിളിന്റെ അഡ്രസ് ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ആൻഡിന്റെ സിമ്പിൾ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം. ഇവിടെ ആൻഡിന്റെ സിമ്പിൾ ഇട്ട് കൊടുക്കരുത്. ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ അവിടെ ആൻഡിന്റെ സിമ്പിൾ ഇട്ട് കൊടുക്കണം. അതേസമയം ഈ ഫോർമൽ പാരാമീറ്റേഴ്സിന്റെ അവിടെ ഈ സ്റ്റാറിന്റെ സിമ്പിൾ വേണം ഇട്ട് കൊടുക്കാൻ. ആക്ച്വൽ ആയിട്ടുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന അവിടെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന ആ പോർഷനിൽ സ്റ്റാറിന്റെ സിമ്പിൾ വേണം ഇട്ട് കൊടുക്കാൻ. ഈ വേരിയബിൾസ് നമ്മുടെ ഈ ഫംഗ്ഷന്റെ അകത്ത് എവിടെ ഉപയോഗിച്ചാലും കൂടെ സ്റ്റാറും കൂടെ യൂസ് ചെയ്യണം. ഇപ്പം നിങ്ങൾ എവിടെ ഉപയോഗിച്ചാൽ ഈ ഫംഗ്ഷന്റെ അകത്ത് എപ്പോൾ ഉപയോഗിച്ചാലും സ്റ്റാറും കൂടെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെയല്ല, എന്നാൽ ഇപ്പം അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ഈ ഫംഗ്ഷൻ റീസെറ്റ് ഡാറ്റ എന്ന ഫംഗ്ഷൻ്റെ അകത്ത് ഈ വേരിയബിൾസ് എപ്പോൾ ഉപയോഗിച്ചാലും സ്റ്റാറും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതേ വോയിഡ് റീസെറ്റ് ഡാറ്റ എന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഹെഡർ ലൈനിന്റെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിലും ഈ ഒരു ഡിഫറൻസ്, ഈ ഒരു സ്റ്റാർ ഇവിടെ ഉണ്ടായിരിക്കണം. അതൊരു പോയിന്റർ വേരിയബിൾ ആണ് എന്ന് കാണിക്കാനായിട്ട് ആ ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്തിട്ട് സ്പേസ് എന്നിട്ട് ആ സ്റ്റാറും കൂടെ ഇടണം. ഇവിടെ 2 എണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ 2 എണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സും വൈ എന്നും നമ്മൾ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വേരിയബിളിന്റെ പേരിന്റെ ഫ്രണ്ടിലാണ് സ്റ്റാർ വേണം. വേരിയബിളിന്റെ പേര് കഴിഞ്ഞിട്ടല്ല സ്റ്റാർ വരേണ്ട, ഫ്രണ്ടിലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിലും അതുപോലെ സ്റ്റാർ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേസമയം ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഈ വേരിയബിളിന്റെ കൂടെ ആൻഡിന്റെ സിമ്പിൾ വേണം യൂസ് ചെയ്യാൻ. ഇവിടെ സ്റ്റാർ ഉപയോഗിക്കാൻ പാടില്ല, ഇവിടെ ആൻഡിന്റെ സിമ്പിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ അഡ്രസ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ചേഞ്ചസ് വരുത്തുന്നതിനനുസരിച്ച് ഈ മെയിൻ ഫംഗ്ഷനുള്ള വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസിന് ചേഞ്ചസ് വരുത്താം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്തത്. ആദ്യം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ എയുടെയും ബിയുടെയും വാല്യൂസ് 5ഉം 7ഉം ആയിരുന്നു. ഈ ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം എയുടെയും ബിയുടെയും വാല്യൂ 0 ആയി മാറി. കാരണം ഇവിടെ ഈ ഫംഗ്ഷനിൽ ചേഞ്ച് വരുന്നതനുസരിച്ച് സെയിം ചേഞ്ചസ് ഇവിടെയും ഉണ്ടാവുന്നു എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ ഈ രീതിയാണ് കോൾ ബൈ റെഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.